26 വർഷത്തെ വിശ്വാസം, ലക്ഷക്കണക്കിന് സന്തോഷകരമായ ദാമ്പത്യങ്ങൾ. കല്യാണം എന്നാൽ കേരള മാട്രിമോണി തന്നെ. പിന്നെ ലാലേട്ടൻ ഒരു കാര്യം പറഞ്ഞിരുന്നു അന്ന്. എന്താണ് സംഘടന അല്ലെങ്കിൽ അന്ന് ജനറൽ ബോഡി എടുക്കുന്ന തീരുമാനം, അവരുടെ കൂടെയാണ് ഞാനെന്ന് അദ്ദേഹം പറഞ്ഞു മൈക്കിൻ്റെ മുന്നിൽ. ഇതിനിങ്ങനെ നമ്മളെല്ലാം ഒന്ന് ചേർന്ന് പോകണം. വളരെ വേദനകരമാണ്. അദ്ദേഹത്തിൻ്റെ ആ വാക്കുകൾ കേട്ട് കഴിഞ്ഞാൽ വളരെ വേദനയാവും. കാരണം ഇതിനു മുന്നേ അദ്ദേഹം പ്രസിഡൻ്റായിട്ടിരുന്ന സമയത്തും അദ്ദേഹത്തിൻ്റെ കൂടെ ആ കമ്മിറ്റിയിൽ എത്ര പേര് നിന്നു. അന്നും അദ്ദേഹം ഇതേപോലെ അദ്ദേഹം രാജിവെച്ചപ്പോൾ എത്ര പേര് അവിടെ രാജിവെച്ചു. അന്ന് അതിലുണ്ടായിരുന്ന കമ്മിറ്റിയിൽ സരയു മോഹൻ എന്ന് പറയുന്ന ഒരു ആർട്ടിസ്റ്റുണ്ട്. അവർ ആ കമ്മിറ്റിയിലുണ്ടായിരുന്നു. അവരന്ന് പറഞ്ഞു, ലാലേട്ടൻ രാജിവെക്കണമെങ്കിൽ വെക്കട്ടെ, ഞങ്ങളെന്തിനു രാജിവെക്കണം? സരയു മോഹൻ പറഞ്ഞു. ഇതേ സരയു മോഹൻ തന്നെയാണ് ശ്വേതാ മേനോൻ്റെ അടുത്തും പറഞ്ഞോ ഇല്ലേന്ന് എന്തുറപ്പുണ്ട്? കാരണം ഏറ്റവും സൈലൻറ്റ് കില്ലർ പോയിസനാണ് സരയു മോഹൻ. അത് ഞങ്ങളുടെ അംഗങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ആരും അത് പുറത്ത് പറയുന്നില്ല എന്നേ ഉള്ളൂ. സരയു മോഹൻ്റെ ഹസ്ബൻഡിനാണ് അന്ന് കുടുംബസംഗമം തുടങ്ങിയ സമയത്ത് 2.5 ലക്ഷം രൂപയുടെ ഒരിത് കൊടുത്തത്. അത് ഞങ്ങളൊക്കെ ചോദ്യം ചെയ്തു. ഇതൊക്കെ ഞാൻ അയച്ചൊരു മെയിൽ എങ്ങനെയാണ് ഒരു ഓൺലൈൻ മാധ്യമത്തിന് കിട്ടിയത്? അപ്പോൾ എൻ്റെ സംഘടനയെക്കുറിച്ച് എനിക്ക് എന്ത് വിശ്വാസമാണുള്ളത്? ഞാൻ സംഘടനയിൽ, എൻ്റെ അമ്മ എന്ന് പറഞ്ഞ ഓർഗനൈസർ സംഘടനയിൽ ഞാൻ അയച്ചൊരു മെയിൽ എങ്ങനെയാണ് ഒരു ഓൺലൈൻ ചാനലിന് കിട്ടിയത്? എങ്ങനെയാണ് അവിടെ നടക്കുന്ന എക്സിക്യൂട്ടീവ് മീറ്റിങ്ങിൽ പല കാര്യങ്ങളും അവർ വീടുകളിൽ എത്തുന്ന മുമ്പ് ഒരു ഓൺലൈൻ ചാനൽ എങ്ങനെയാണ് അറിയുന്നത്? അപ്പം ഇത് ജനത്തിൻ്റെ മുന്നിലേക്ക്, കാരണം പുറത്തുള്ള ആൾക്കാരും ഇതിൻ്റെ അകത്തില്ല. അപ്പോൾ അകത്ത് പറയേണ്ട കാര്യങ്ങൾ എന്തിനാണ് ഇവർ ഒരു ഓൺലൈൻ ചാനൽ വഴിയും മറ്റുള്ളവരെ കൊണ്ട് ഇവർ പറയിപ്പിച്ചത്? അവിടെ നിന്നാണ് പ്രശ്നങ്ങൾ തുടങ്ങിയത്. കുടുംബസംഗമം എന്ന് പറഞ്ഞാൽ ഇതിൽ ഒരുപാട് അമ്മമാരുണ്ട്. ഒരു മരുന്ന് വാങ്ങാൻ, ഒരു നേരത്തെ ആഹാരം വാങ്ങാൻ, അവർക്ക് എന്തെങ്കിലും അസുഖം വന്നു കഴിഞ്ഞാൽ ഇൻഷുറൻസിന് അത് ഉണ്ടാക്കിയെടുത്ത ഇന്നസെൻ്റ് അങ്കിൾ എന്ന് പറഞ്ഞ പ്രസിഡൻറ്റും ഇടവേള ബാബുച്ചേട്ടൻ, ലാലേട്ടൻ, മമ്മൂക്ക ഒരു ഗ്രൂപ്പ് അതിന് വേണ്ടി പ്രയത്നിച്ചിട്ടുണ്ട്. ഇപ്പോൾ ചാക്കോച്ചനായാലും ആരായാലും പൃഥ്വിരാജായാലും ആരായാലും ആ പ്രയത്നിച്ചവരുടെ ഒരു പ്രയത്നമൊക്കെ ഇന്ന് എവിടെ പോയി? ഞാനും മാലാപാർവതിയും അവരെ അശ്ലീലം പറഞ്ഞു എന്ന്. അവരവിടെ അശ്ലീലം പറയാൻ കാരണം വനിതാ കാർഡ്, വുമൺ കാർഡ് ഉപയോഗിക്കില്ലേ എന്ന് ഞാൻ വിളിച്ചു പറഞ്ഞു. അവർ വേണമെങ്കിൽ ആ വീഡിയോ ഓഡിയോ അവരുടെ ഉണ്ടെന്നല്ലേ പറഞ്ഞു, അവർ കൊണ്ടുവരട്ടെ. പിന്നെ കണക്ക് കാണിക്കൂ എന്ന് പറഞ്ഞു. അപ്പം ഈ പറഞ്ഞു തന്നെയാണ് അശ്ലീലമെങ്കിൽ ഇന്ത്യൻ പൗരന് ഒരു കാര്യം എന്ന് പറഞ്ഞാലും അത് അശ്ലീലമാവോ? അതെനിക്ക് ചോദിക്കേണ്ടത്. അവരെന്തൊക്കെ അശ്ലീല പദങ്ങളാണ് പറയുന്നത്? ആ കമ്മിറ്റിയിലുള്ള ഒരു വ്യക്തി തന്നെ പറഞ്ഞു അവരേറ്റവും കൂടുതൽ അശ്ലീല പദം അവർ യൂസ് ചെയ്യാറുണ്ടെന്ന്. അതിലൊരു നടൻ അവരെ കൊണ്ട് മാപ്പ് പറയിപ്പിച്ചെന്നവരെ പറയുന്നുണ്ട്. ഇപ്പോൾ രണ്ടുപേർ തമ്മിലുള്ള ശബ്ദ സംഭാഷണം പുറത്തു വന്നിട്ടുണ്ട്. ഒരു ജനപ്രതിനിധിയെ, ഒരു MLA ശ്വേതാ മേനോൻ അഭിസംബോധന ചെയ്യുന്നതൊക്കെ നമ്മൾ കഴിഞ്ഞ കുറേ നാളുകളായി കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതൊരു ശരിയായ പ്രവണതയാണ്? ഒരിക്കലുമില്ല. ഞാനൊക്കെ രമേശ് പിഷാരടി എന്ന് പറഞ്ഞ MLA കൂടെയാണ്. അല്ലെങ്കിൽ തന്നെ അദ്ദേഹം ഒരു MLA ആണ്. പാലക്കാട് നിന്ന് ജനപ്രതിയായിട്ട് നല്ല വോട്ടോടെ ജയിച്ച ഒരാൾ തന്നെയാണ്. അപ്പോൾ ആർക്കൊക്കെയോ അതിലൊരു അസഹിഷ്ണുത തോന്നുന്നുണ്ടെന്ന് എനിക്കിപ്പോൾ തോന്നിത്തുടങ്ങി. അല്ലെങ്കിൽ അദ്ദേഹം സംസാരിച്ചതിനെ അത് റെക്കോർഡ് ചെയ്തിട്ട് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുന്ന എത്ര വൃത്തികെട്ട മനസ്സിൻ്റെ ഉടമയായിരിക്കും? അതിട്ട് ആൾക്കാരെയും കുറിച്ച് ഞാൻ പറയുകയാണ്. അതുമാത്രമല്ല, നമ്മൾ സുഹൃത്തുക്കൾ തമ്മിൽ എന്തൊക്കെ സംസാരിക്കും അല്ലേ? അതൊക്കെ പിഷു എന്നാണ് വിളിക്കുന്നത്. അത് വല്ലാത്തൊരു പിഷു വിളിയായിപ്പോയി. കാരണം ഒരു MLA ആണ്. ഒന്നെങ്കിൽ പ്രോട്ടോകോൾ നിയമം അനുസരിച്ച് MLA എന്ന് വിളിക്കാം, സർ എന്ന് വിളിക്കാം. ഇതുപോലും വിളിക്കാതെ അദ്ദേഹം അതുപോലും പറയാതെ ശ്വേത ചേച്ചിയോട് പിഷു എന്ന് വിളിച്ചപ്പോൾ തിരുത്താൻ പോയില്ല. അവിടെയാണ് ഇപ്പോൾ എനിക്ക് മനസ്സിലായി ഈ കാലഘട്ടത്തിൽ നമ്മൾ ആരൊക്കെ എവിടെയൊക്കെ നിർത്തേണ്ടടുത്ത് നിർത്തിയില്ലെങ്കിൽ നമുക്കത് തിരിച്ചടിയാം. വളരെ മോശമാണ്. ഈ അഡ്ഹോ കമ്മിറ്റി വരുന്നതിലൂടെ തന്നെ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷ ചില താരങ്ങൾക്കാണെങ്കിൽ പോലുമൊക്കെ ഉണ്ട്. അങ്ങ് പ്രതീക്ഷിക്കുന്നത് എന്താണ്? ഇനി ഈ സിനിമാ സംഘടനയെ നന്നാക്കാൻ ആര് വന്നു കഴിഞ്ഞാൽ ശരിയാകും? കാരണം ഇതെന്തൊക്കെ നടക്കണമെന്ന് നമുക്ക് പോലും അറിയുന്നില്ല. ഇത് ശരിക്കും എന്ന് പറഞ്ഞാൽ ഇപ്പോൾ യൂത്ത് എല്ലാം പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇപ്പോഴും പറയാണ് ധാൻ ശ്രീനിവാസൻ. കാരണം ഇന്നസെൻ്റ് പോലെ നല്ല ബുദ്ധിയായിട്ട് സംസാരിക്കാൻ അറിയുന്നതാണ് ധാൻ വരണം. ധാൻ മാത്രമല്ല, ഇപ്പം എനിക്ക് തോന്നുന്നു ഇതിൻ്റെ എക്സ്പീരിയൻസ് ഇടവേള ബാബുച്ചേട്ടൻ ഒറ്റയ്ക്കാണ് കൊണ്ടുപോയിരുന്നത്. പക്ഷെ അതിൻ്റെ പിറകിൽ ഇന്നസെൻ്റ് എന്ന് പറഞ്ഞ ഒരാളുടെ നല്ലൊരു ബുദ്ധി ഉണ്ടായിരുന്നു. ഇടവേള ബാബുച്ചേട്ടൻ്റെ നല്ല പ്രയത്നവും ഉണ്ടായിരുന്നു. മമ്മൂക്ക, ലാലേട്ടൻ, അതേപോലെയുള്ള പല നടന്മാരുടെയും സപ്പോർട്ടും ഉണ്ടായിരുന്നു.
ഇവിടെ ഇത്രയും പേരുണ്ടായിട്ട് അവർക്ക് പറ്റിയില്ല. അപ്പം ഞാൻ പറയണേ ഇനി യൂത്ത് വരട്ടെ, ഇവർ വേണ്ട. പക്ഷെ അവർ ഇനിയും മത്സരിക്കും എന്നാണ് പറയുന്നത്, മത്സരിച്ചാൽ ജയിക്കും എന്നാണ് അവർ പറയുന്നത്. എന്തിനാണ്? കാരണം ഒരു സ്ഥലത്ത് ഇരിക്കാൻ ഭൂരിഭാഗം പേർക്കും ഇഷ്ടമല്ല എന്ന് പറയുന്ന സ്ഥലത്ത് ഇവരെന്തിനാണ് പിന്നെ വന്നിരിക്കുന്നത്? ജഗദീഷ് ഏട്ടൻ അമ്മയുടെ പ്രസിഡന്റ് ആകണമെന്നുള്ള ആഗ്രഹമുണ്ടോ? ജഗദീഷ് ഏട്ടൻ, എനിക്കിപ്പോൾ ഒരു ഡൗട്ടുണ്ട്. അന്ന് ജഗദീഷ് ഏട്ടനോട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ഇലക്ഷന് ജഗദീഷ് ഏട്ടൻ പ്രസിഡന്റ് സ്ഥാനത്ത് മത്സരിക്കാനുണ്ടായിരുന്നു. പെട്ടെന്നാണ് ജഗദീഷ് ഏട്ടൻ പ്രസിഡന്റ് നോമിനേഷന് പിൻവലിക്കുന്നു. എനിക്ക് ഇന്നൊരു ഡൗട്ടുണ്ട്, അതിൽ ശ്വേതാ മേനോൻ എന്ന് പറയുന്ന വ്യക്തിയുടെ കളിയുണ്ടോ എന്ന്. അതേപോലെ തന്നെ ഇലക്ഷൻ്റെ തൊട്ട് ഒരു 3-4 ആഴ്ചയ്ക്ക് മുമ്പ് എല്ലാ ഓൺലൈൻ നമ്മുടെ മാധ്യമങ്ങളിൽ ഒരു മാർട്ടിൻ എന്ന് പറഞ്ഞ ഒരാൾ വന്നു. നമുക്കെല്ലാവർക്കും അറിയാം, ഒരു വീഡിയോയുടെ കാര്യം പറഞ്ഞു. അത് ഇവർ ചിത്രീകരിച്ച കഥാപാത്രമാണ്. 2 മാസമായിട്ട് എനിക്കൊരു വളരെ ഡൗട്ടുണ്ട്. വേറെ ഒന്നുമല്ല, അന്ന് അവരും അവരുടെ ഹസ്ബൻഡും പറഞ്ഞു ഞങ്ങൾ അയാളുടെ പേരിൽ 3 കോടി രൂപയുടെ ഒരു കോടതി കേസ് ഫയൽ ചെയ്യുന്നുണ്ട്. ഈ ഇലക്ഷൻ കഴിഞ്ഞ് ഇവർ ജയിച്ച ശേഷം ഈ മാർട്ടിൻ എവിടെ പോയി? കേസ് എവിടെ പോയി? ഇവിടെയൊക്കെ നമുക്ക് ഡൗട്ടാണ്. അപ്പോൾ എന്തൊക്കെ അജണ്ടകൾ ഒപ്പിച്ചുകൊണ്ടാണ് ഇവർ ഈ സ്ഥാനത്ത് വന്നതെന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നു ഇവർ രാജിവെച്ച് പുറത്ത് പോയി ഞാനിനി ഇല്ല അങ്ങനത്തെ ഇല്ല എന്നുള്ള ഒരു ഇമോഷണൽ ഒരു പക്വതയില്ലായ്മയാണ് അവിടെ കാണിച്ചത്. ഉടനെ പുറത്ത് പോയ ആൾ ഇവർ അഡോർ കമ്മിറ്റിയുടെ ആൾക്കാർ ഇവരുടെ അടുത്ത് രാജിക്കത്ത് ആവശ്യപ്പെടുമ്പോൾ ഇവർ ഫോൺ എടുക്കുന്നില്ല. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.